നമസ്കാരം, എൻ്റെ പേര് ബെൻരാജ് CA. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ കെനിയയിൽ പ്രവാസ ജീവിതം നയിച്ചു വരുന്ന ഒരാളാണ്. അങ്ങനെയാണ് നമ്മൾ വീട് പണിക്കായിട്ട് VRKനെ സമീപിക്കുന്നത്. ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് 3 സെൻറ്റിൽ താഴെയുള്ളൊരു പ്ലോട്ടായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ ആ ഒരു പ്ലോട്ടിൽ നമ്മളുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു 3 ബെഡ്റൂം വീട് വേണമായിരുന്നു. നമ്മൾ അകത്തുള്ളവർക്ക് കഞ്ചഷൻ ഫീൽ ചെയ്യാൻ പാടില്ലായിരുന്നു. അതേപോലെ തന്നെ വെട്ടവും വെളിച്ചവും ആവശ്യത്തിന് വന്ന് കയറി പോകണം, കാറ്റ് നന്നായിട്ട് കയറണം. ഇത്രയും ഡിമാൻഡ്സ് ആയിരുന്നു ഞങ്ങൾ VRKൻ്റെ അടുത്ത് ആദ്യമേ സമീപിച്ചത്. അപ്പോൾ VRKനെ സമീപിച്ചപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് അവരുടെ ഒരു പ്രൊഫഷണലിസമാണ്. ആദ്യമായിട്ടുള്ള ഒരു വെൽ സ്ട്രക്ചേർഡ് ടീം VRKനുണ്ട്. ആ ഒരു എക്സ്പേർട്സിൻ്റെ ഒരു സഹായം ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ ഈ വീട് ഇത്രയും മനോഹരമായിട്ട് നിൽക്കുന്നതെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കാരണം ഓരോ ഡിസൈൻ എലിമെൻറ്റ്സ് നമ്മൾ പറയുമ്പോഴും ആ ഡിസൈനർ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് വരച്ചു തരികയും അതിനുശേഷം നമ്മൾ പറയുന്ന വ്യത്യാസങ്ങളെല്ലാം അവർ ഉൾക്കൊള്ളിച്ച് അതല്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല സാർ, അതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം വളരെ വ്യക്തമായിട്ടും എത്രത്തോളം നമുക്ക് റീവർക്ക് ചെയ്യണോ അത്രത്തോളം റീവർക്ക് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ടീമാണ് ശരിക്കും പറഞ്ഞാൽ VRKൻ്റെത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിൻ്റാണ്. കാരണം ഞങ്ങൾ നാട്ടിലില്ല, ഞങ്ങളെല്ലാവരും കെനിയയിലാണ്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ വാട്സാപ്പിൽ വഴി അല്ലെങ്കിൽ ഓൺലൈൻ മെത്തേഡ്സ് വഴി ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ആൻസൈറ്റി എല്ലാം VRKൻ്റെ ടീം പ്രൊഫഷണലായിട്ട് അത് മനസ്സിലാക്കി അവർ അത് ഉൾക്കൊണ്ടിട്ടാണ് നമ്മളുടെ ഡിസൈൻ ഫേസിലായിക്കോട്ടെ ഏത് ഫേസിലായിക്കോട്ടെ നമ്മളുടെ ഇൻട്രാക്ഷനിലും അവർ സഹായിച്ചത്. അപ്പോൾ ഏകദേശം നമ്മളുടെ പ്ലാൻ കിട്ടിയപ്പോൾ തന്നെ നമ്മളുടെ ഒരു വീടിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറും അതേപോലെ തന്നെ അതിനകത്ത് നമ്മൾക്കുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് തന്നു. അങ്ങനെ ആ ഡിസൈൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വളരെയധികം ഹാപ്പിയായി. അങ്ങനെയാണ് നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തത്. വീട് പണി സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടായിരുന്നു, കാരണം ഞങ്ങൾ പുറത്താണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് കറക്റ്റായിട്ട് ഈ വീട് പണി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, നമ്മൾക്ക് അതിൻ്റെ അപ്ഡേഷൻ കറക്റ്റായിട്ട് വരുമോ എന്നുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം വളരെ പ്രൊഫഷണലായിട്ട് തന്നെ VRK ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തു. അതിനകത്ത് കീ ആയിട്ടുള്ള എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. പിന്നെ റെഗുലറായിട്ടുള്ള ഫോട്ടോ അപ്ഡേറ്റ്സ് മറ്റു കാര്യങ്ങളെല്ലാം സൈറ്റ് എഞ്ചിനീയർ നമുക്ക് പോസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ ദൂരെ നിന്ന് വീട് പണിയിക്കുകയാണെങ്കിൽ കൂടെ തന്നെ അതിൻ്റെ ഓരോ സ്റ്റേജ് പ്രോഗ്രഷനും നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ആ ഒരു ഗ്രൂപ്പിനോടുകൂടെ നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട് ഏകദേശം 1700 സ്ക്വയർ ഫീറ്റിന് മേളിലുണ്ട്. ഈ 1700 സ്ക്വയർ ഫീറ്റിന് മേളിലുള്ള വീട് ഏകദേശം 11 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് VRK കംപ്ലീറ്റ് ആക്കി ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ തന്നു. അതും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾക്ക് വളരെ ടൈറ്റായിട്ടുള്ള ഡേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 11 മാസത്തിനുള്ളിൽ വീട് പണി തീരുമെന്നുള്ളൊരു ആങ്സൈറ്റി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ കൂടെ തന്നെ VRKൻ്റെ ഭാഗത്തു നിന്ന് ലെൻസ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും ഞങ്ങൾക്ക് അഷുറൻസ് തരുമായിരുന്നു കണ്ടിന്യൂസ്ലി. ആ ഒരു 11 മന്ത്സിനുള്ളിൽ തന്നെ നമ്മളത് ചെയ്ത് തീർക്കും എന്നുള്ളത്. ഞങ്ങളുടെ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഹാള്, ഡൈനിങ്, കിച്ചൺ, 3 അറ്റാച്ച്ഡ് ബെഡ്റൂംസും ആയിട്ടുള്ള ഇൻക്ലൂഡിങ് കാർ പോർച്ച് ആയിട്ടുള്ള ഒരു വീടാണ്. 1700 സ്ക്വയർ ഫീറ്റ്. അതെല്ലാം 11 മാസത്തിൽ തന്നെ നമ്മൾക്ക് പൂർത്തീകരിച്ച് VRKന് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും വളരെ അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ചെയ്യാണ്ടാണ് VRK ഒരു വീട് പണിത് കൊടുക്കുന്നത്. അത് നമ്മളിവിടെ സ്ഥലത്തില്ലെങ്കിൽ കൂടെ തന്നെ നമ്മളെ പരിസരവാസികൾ, നമ്മളുടെ അയൽവാസികളെല്ലാം വന്ന് നമുക്ക് ഫീഡ്ബാക്ക് തന്നൊരു കാര്യമാണ്. കാരണം ക്വാളിറ്റി, അതായത് നമ്മളെ സ്ട്രക്ചർ തൊട്ട് അവസാനം വരെ ക്വാളിറ്റിയിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഡാഡി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം വീട് പണി കാണുകയാണ് പ്രാക്ടിക്കലായിട്ട് തന്നെ. ഞങ്ങൾ വാട്സാപ്പിലൂടെയാണ് കാണുന്നത്. എന്നാലും എല്ലാവരും തന്നൊരു ഫീഡ്ബാക്കാണ് അങ്ങനത്തെ ഒരു കാര്യം. പിന്നെ 3 സെൻറ്റിൽ ഒരു പാഷ്യോ വേണമെന്ന്, അല്ലെങ്കിൽ ഒരു കോർട്ട്യാർഡ് വേണമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു 3 സെൻറ്റിൽ കുറവുള്ള ഒരു വീട്ടിൽ പോലും അങ്ങനെ ഒരു പാഷ്യോ കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് നമുക്കൊരു വീട് പണിയാൻ പറ്റും എന്നുള്ളൊരു എക്സാമ്പിളാണ് എൻ്റെ ഒരു വീട്. ഒരു കാര്യം പ്രത്യേകം എനിക്ക് പറയണം എന്നുള്ളത് ഇതാണ്. നമ്മളിപ്പോൾ ഒരു വീട് പണിത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ആ വീടിന് എന്തെങ്കിലും ആര് വീട് പണിത് കഴിഞ്ഞാലും ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടാകും. മേ ബി ഒരു പ്ലംബിങ്ങിൻ്റെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു വയറിൻ്റെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാവും. പ്രത്യേകിച്ച് ഒരു പ്രവാസിയായിട്ടുള്ള ഞാൻ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആരുടെ അടുത്ത് പറയും.
അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വി ആർക്ക് കൂടുതലായിട്ടും അത് വി ആർക്കിന് പോലത്തെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കമ്പനി നമ്മൾക്ക് സപ്പോർട്ടിൽ വരുന്നത്. എല്ലാ പ്രവാസികൾക്കും ഇൻക്ലൂഡിങ് ഞാൻ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ആൻസൈറ്റിയാണ് സ്ഥലത്തില്ലാണ്ട് വീട് പണിയാൻ സാധിക്കുമെന്നുള്ളത്. അത് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ. വേറൊന്നുമല്ല, അതിന് വേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീമിനെ സമീപിക്കുക എന്നുള്ളതാണ്. ആ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ടീം എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധ്യമാവും. അപ്പോൾ അതിനകത്ത് വി ആർക്ക് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ സ്ഥലത്തില്ല, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഓടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് പ്രൊഫഷണലായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സ് വി ആർക്ക് ഓരോ വീടിനായിട്ട് നമ്മൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രവാസിയായിട്ടുള്ള ഒരാൾക്ക് ഇവിടെ ഇല്ലാണ്ട് ഒരു വീട് പണിയാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും സാധ്യമാണെന്ന് പറയും. അപ്പോൾ 3 സെൻറ്റിൽ താഴെ ആയിട്ടുള്ളൊരു വീടാണ് നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറവായിട്ടുള്ളൊരു വീട് ആയിട്ടുള്ള ഒരാൾക്കും അങ്ങനെ വീട് എന്നുള്ളൊരു സ്വപ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉദാഹരണമാണ് എൻ്റെ ഒരു വീട്. അപ്പോൾ അങ്ങനെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പാർട്ടിയെ സമീപിക്കുക, എസ്പെഷ്യലി വി ആർക്കിനെ സമീപിക്കുക. അവർ അതിൻ്റെ പ്ലസ് പോയിൻറ്റ്സും നെഗറ്റീവ്സ് എല്ലാം പറഞ്ഞു തന്നിട്ട് നമ്മൾക്ക് അനുയോജ്യമായ നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഭവനം നമുക്ക് നിർമ്മിച്ചു തരുന്നതായിരിക്കും. വീട് പണി തുടങ്ങി 11 മാസം കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മൾ വീട് ആദ്യമായിട്ട് കാണുന്നത്. ആ വീട് കാണുന്ന സമയത്തുള്ള ആ ഒരു ഇമോഷൻസ് നമുക്ക് ഒരിക്കലും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. കാരണം ചില സമയങ്ങളിൽ നമുക്ക് വേർഡ്സ് കിട്ടാണ്ട് പോകുന്ന കുറേ സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീട് റിയലൈസ് ചെയ്ത് നമ്മൾ കണ്ടപ്പോഴും. കാരണം നമ്മൾ ആഗ്രഹിച്ചതിലും ഉപരി, കാരണം 3 സെൻറ്റിൽ താഴെയുള്ള ഒരു സ്ഥലത്ത് ഒരു കാർ പോർച്ച് അടക്കം, 3 അറ്റാച്ച്ഡ് ബെഡ്റൂം അടക്കം, ഒരു പാഷ്യോ അടക്കം, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വായും വെളിച്ചവും എല്ലാം കയറിയിട്ടുള്ളൊരു വീട് നമ്മൾക്ക് കിട്ടുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ആ അനുഗ്രഹത്തിന് വേണ്ടി നമ്മളുടെ കൂടെ നമ്മളുടെ സപ്പോർട്ടായിട്ട് നിന്ന വി ആർക്കിന് ഞാനിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്നും ഞാൻ പറയുകയാണ്. താങ്ക് യു സോ മച്ച് വി ആർക്ക് ഫോർ യുവർ പ്രൊഫഷണലിസം ആൻഡ് ദ പാഷൻ ഷോൺ. നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും ആ ഒരു ഡ്രീം ഹൗസ് നമുക്ക് തയ്യാറാവുമായിരുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് ഭയങ്കര താങ്ക് യു. ആ ഒരു സമയത്ത് ഭയങ്കര ഇമോഷണലായിരുന്നു. കാരണം നമ്മൾക്ക് ഒരു 11 മാസത്തെ എഫേർട്സ്, ടെൻഷൻസ്, നമ്മുടെ ഫിനാൻഷ്യൽ ഡ്രെയിൻസ് എല്ലാത്തിനും ആ ഒരു സമയത്താണ് നമ്മുടെ ആ ഒരു റിയലൈസേഷൻ കാണുന്നത്. ആ റിയലൈസേഷൻ നമ്മൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിയും ഉപരിയായിട്ട് നമ്മൾ കാണുമ്പോഴുള്ള സന്തോഷം അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സന്തോഷമാണ്.